ഹാഷ്മി, അവിടേക്ക് ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. ടൗൺ ഹാളിൽ എപ്പോൾ വരെയാണ് പൊതുദർശനം? എന്തൊക്കെയാണ് വിവരങ്ങൾ ഹാഷ്മി? സ്മിത ഹരിദാസാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. സ്മിത, അവിടേക്ക് ആയിരങ്ങളുടെ ഒഴുക്കാണ്. എപ്പോൾ വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം? എന്തൊക്കെയാണ് വിവരങ്ങൾ സ്മിത? ഉന്മേഷ്, 3 മണി വരെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ തിരക്ക് കൂടിയതിനനുസരിച്ച് കുറച്ച് സമയം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 4 മണി വരെ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ ഇപ്പോഴും ഇങ്ങോട്ടുള്ള ജനങ്ങളുടെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ട താരത്തെ താരം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കണോ എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ അത്രയ്ക്ക് ഈ സ്വന്തം എന്ന പോലെയാണ് ഈ സാധാരണക്കാരായ മനുഷ്യരൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അവരുടെ വീട്ടിലെ അംഗങ്ങളിൽ ഒരാൾ. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്രകാരൻ. ചലച്ചിത്ര മേഖലയുടെ എന്ന് മാത്രമല്ല, സമസ്ത മേഖലകളിലും ജീവിതത്തിൽ കൂട്ടായി വന്ന എത്രയെത്രയോ സിനിമാ രംഗങ്ങൾ, എത്രയെത്രയോ സിനിമാ സംഭാഷണങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. എത്ര ചലച്ചിത്ര രംഗങ്ങൾ. ഇപ്പോൾ സത്യനന്ദിക്കാട് ഒരാൾ അവിടെ ഇരിക്കുന്നത് കണ്ടാൽ നമുക്ക് അവരൊരുമിച്ച് ചെയ്ത ഒരുപാട് ചിത്രങ്ങളിലെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ, ഒരുപാട് കഥയും കാര്യവും പറഞ്ഞു തന്നയാൾ. നേരത്തെ ഇവിടെ പലരും പറഞ്ഞ ഒരു കാര്യം അതാണ്, നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് എവിടെയൊക്കെ എത്തിച്ചെല്ലാനാകും എന്നുള്ളൊരു വലിയ സന്ദേശവും കൂടെ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലും, പ്രത്യേകിച്ച് അദ്ദേഹം തിരക്കഥ എഴുതിയ ചിത്രങ്ങളിലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ ഓർമ്മകളിലൊക്കെ തന്നെ ഒരുപാട് പേർ ഇപ്പോൾ വലിയ തിരക്ക് നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വന്നു പോയപ്പോഴുണ്ടായി. ആ തിരക്ക് ഇപ്പോഴും കുറയുന്നില്ല, അവർ പോയി കഴിഞ്ഞിട്ടും കുറയുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കോളേജ് വിദ്യാർത്ഥികളെ കണ്ടു, സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടു, വീട്ടമ്മമാരെ കണ്ടു, സാധാരണക്കാരായ കർഷകരെ കണ്ടു. അവർക്ക് എല്ലാവർക്കും പറയാൻ അവരുടേതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. ഒരുപക്ഷെ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അവരുടെ സ്വന്തമായിരുന്നു, അവരുടെ പ്രിയപ്പെട്ടയാളായിരുന്നു, അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു, വഴികാട്ടിയായിരുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ നടൻ ശ്രീനിവാസനെ പലരും ഓർത്തെടുക്കുന്നത്. ഇപ്പോൾ വടക്ക് നോക്കിയന്ത്രം എന്നുള്ളൊരു ചിത്രം മാത്രം നമുക്കറിയാം ഉന്മേഷ്. അത് പലപ്പോഴും ഈ മെഡിക്കൽ ഫീൽഡിലുള്ള പലരും നമ്മളോട് പങ്കുവയ്ക്കാറുള്ള ഒരു കാര്യം, അവർ വളരെ മാനസിക വിദഗ്ധരൊക്കെ തന്നെ ഈ ചിത്രത്തിലെ പല രംഗങ്ങളും ഒരു പഠനത്തിനായി തന്നെ എടുത്തു കാണിക്കുന്ന ചിത്രങ്ങളാണത്രേ. കാരണം അറിയാം മനസ്സിൻ്റെ ചില പ്രശ്നങ്ങൾ അത് ഏത് രീതിയിലൊക്കെ പ്രവർത്തിക്കും എന്നുള്ളതിന് ഉദാഹരണമായിരുന്നു ആ ചലച്ചിത്രം. അപ്പോൾ അദ്ദേഹം ഒരു ചിത്രത്തിന് വേണ്ടി എത്രത്തോളം ഹോംവർക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ നാട്ടുമ്പുറത്തെ ഗ്രാമീണരായ മനുഷ്യരെ അദ്ദേഹം എത്രത്തോളം അത് അടുത്തറിഞ്ഞിട്ടുണ്ട്. സ്വന്തം ജീവിതം തന്നെ പകർത്തുമ്പോഴും മറ്റുള്ളവരൊക്കെ തന്നെ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തെ നേരിൽ കണ്ട് അറിഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ നമുക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. മോഹൻലാലും സത്യനന്ദിക്കാടും നടൻ ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരം, തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി ഇവിടെ വന്ന് നിന്നപ്പോൾ നമുക്ക് അനുഭവപ്പെട്ട ആ ഒരു കാര്യം അതാണ്. അവർ 3 പേരും കൂടുമ്പോൾ എത്രയെത്ര നർമ്മ മുഹൂർത്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, എത്രയെത്ര ഗൗരവമേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അവർ ചിത്രങ്ങളിലൂടെ നമുക്ക് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ അവർ 3 പേരും വന്ന ആ നിമിഷം ഇവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ വളരെ വൈകാരികമായാണ് അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ അതേ സങ്കടത്തോടെ ദുഃഖഭാരത്തോടെയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും. സാധാരണക്കാരായ ഒരുപാട് പേർ ഒരുപാട് ദൂരങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ഇവിടെ അവരുടെ പ്രിയപ്പെട്ട നടനെ, ചലച്ചിത്രകാരനെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തിരക്ക് കുറയാത്തത് കൊണ്ട് തന്നെ 4 മണിക്ക് തന്നെ ഇവിടുന്ന് ഈ ഭൗതിക ദേഹം ഈ പൊതുദർശനം അവസാനിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ഒരല്പം സമയക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം എന്നാണ് ഇപ്പോഴത്തെ ഈ തിരക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും ചലച്ചിത്ര മേഖലയിലെ പല പ്രമുഖരും, ചലച്ചിത്ര മേഖലയിൽ പല തുറകളിൽ പ്രവർത്തിക്കുന്ന, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം അടുത്ത് തന്നെയുണ്ട്. അവിടെ സത്യനന്ദിക്കാടും കുടുംബം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അത് വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കണ്ട് സന്തോഷത്തോടെ ഇരുവരും പിരിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. പലപ്പോഴും അദ്ദേഹം വിങ്ങിപ്പൊട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേ മനസ്സോടെ എത്രയെത്ര സുഹൃത്തുക്കളും ചലച്ചിത്ര പ്രവർത്തകരുമാണ് ഇപ്പോൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളിൽ നിന്ന്
കർഷകരുടെ കാര്യം പ്രത്യേകം എടുത്തു പറയണം എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ പുതിയ രീതിയിലുള്ള കൃഷി രീതികൾ, രാസവളങ്ങളൊന്നും ചേരാത്ത ജൈവികമായ കൃഷി രീതികൾ പരിചയപ്പെടുത്തുന്ന യുവാക്കൾക്കൊക്കെ തന്നെ അദ്ദേഹം വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്തിരുന്ന ഒരുപാട് യുവാക്കളെ നമ്മളിവിടെ കണ്ടു. അവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായിരുന്നു, മാർഗദർശിയായിരുന്നു. അപ്പോൾ ചെയ്ത സിനിമകളിൽ മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ പോലും ആ രീതിയിലുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ പുലർത്തിയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഉറക്കെയുള്ള ചിരി അതിവിടെ മുഴങ്ങുന്നുണ്ട് എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം തമാശകളൊക്കെ പറഞ്ഞ് സ്വയം വിമർശിച്ചിട്ടൊക്കെ ഉറക്കെയുള്ളൊരു ചിരിയുണ്ട്. ആ ചിരി ഇപ്പോഴില്ല. ഇവിടെ ഇപ്പോൾ നിശബ്ദതയാണ്. ഇത്രയും വലിയ തിരക്കിനിടയിലും വൈകാരികമായി വളരെ നിശബ്ദരായി അദ്ദേഹത്തെ കണ്ടു മടങ്ങുന്ന ഒരു ജനാവലി, അതിനൊരു കുറവും വന്നിട്ടില്ല. ഇവിടെ 1 മണിയോടെ ഇങ്ങോട്ടേക്ക് എത്തിച്ചപ്പോൾ മുതൽ ഉള്ള വലിയ നീണ്ട നിരയാണ് അദ്ദേഹത്തെ കാണാനെത്തുന്ന ആളുകളുടെ. ആ നിരയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. അതിങ്ങനെ നീണ്ടുപോകും തോറും റോഡിലേക്കൊക്കെ ആ തിരക്ക് നീളുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ ഇവിടുന്ന് ഈ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ 4-4:30 മാത്രമേ ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയൂ. നിരവധി പേരെത്തുന്നുണ്ട്. പല മേഖലകളിൽ, രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ, സിനിമാ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരെത്തുന്നു. സാധാരണക്കാരായ നിരവധി പേർ കാണാനെത്തുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.